ഓഫീസിൽ പോവാതെ ലീവ് എടുത്ത് സർപ്രൈസ് എന്ന് പറഞ്ഞ് രാവിലെ തന്നെ ഇറങ്ങിയേക്കുന്നേ. എങ്ങോട്ടാ എന്നെങ്കിലും പറ. നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ വൈകു? സർപ്രൈസ് ആരെങ്കിലും നേരത്തെ പറയൂ. ആ, ഇനി ഇറങ്ങിക്കോ. അബേട്ടന്റെ വീട്ടിലേക്കാണെങ്കിൽ ആദ്യമേ പറഞ്ഞൂടായിരുന്നു. കാർത്തിയെ കാണാൻ ആഗ്രഹിച്ചിരിക്കുവാന്ന് ഏട്ടനെങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി, നീ വാ. അല്ല, ഇവരിത് വാതിലൊക്കെ തുറന്നു വെച്ച് എവിടെ പോയി കിടക്കുക? അല്ല, അഭിയും കാർത്തിക് എന്തേ? അഭി, കാർത്തി, അരുണേട്ടാ, കാർത്തി, കാർത്തി, വൈക, വേഗം നമുക്ക് അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. കാർത്തി, കാർത്തി ഒന്ന് നോക്ക് കാർത്തി, എന്റെ വൈക്ക് വന്നിരിക്കുന്നേ. കരഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അവളെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം, എന്നാലേ അവളെ ജീവൻ രക്ഷിക്കാൻ കഴിയൂ. ഡോക്ടർ, ഇപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഷീസ് ഫൈൻ. രക്തം നല്ലവണ്ണം പോയത് കൊണ്ടാ ബോധം പോയത്. നിങ്ങൾ ഇപ്പൊ കൊണ്ടുവന്നത് നന്നായി. കുറച്ച് ലേറ്റ് ആയിരുന്നുവെങ്കിൽ എന്തോ ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. എന്തായാലും ഇന്ന് ഐസിയുവിൽ കിടക്കട്ടെ. നാളെ ആകുമ്പോഴേക്കും ബോധം വരും. അപ്പൊ റൂമിലേക്ക് മാറ്റാം. ഓക്കെ ഡോക്ടർ, താങ്ക് യു. അരുണേട്ടാ, ഡോക്ടർ എന്താ പറഞ്ഞേ? പേടിക്കാനൊന്നുമില്ല വൈകു, ഷീസ് ഫൈൻ. എന്താ പറഞ്ഞതൊന്നും പറ. എന്റെ വൈകു, അവൾ ഓക്കെ ആണ്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ബോധം വന്നാ അവളെ റൂമിലേക്ക് മാറ്റും. ഡോക്ടർ പറഞ്ഞത് കറക്റ്റ് ടൈമിനാ നിങ്ങൾ വന്നതെന്നാ. നമുക്ക് ഈ സമയത്ത് അവിടെ പോവാൻ തോന്നിയത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ കാർട്ടൂനെ നഷ്ടപ്പെട്ടേനെ. ഈശ്വരാ, എങ്ങനെ നന്ദി പറയേണ്ടെന്നറിയില്ല. ഞങ്ങളെ കാർട്ടൂനെ തിരിച്ചു തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് ദൈവമേ. വൈകു വാ, നീ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. വാ, ജ്യൂസ് എന്തെങ്കിലും കുടിക്കാം. എനിക്കൊന്നും വേണ്ട. മോനെ, എന്താ എന്നെ കാർത്തുമോക്ക് പറ്റിയേ? എന്താ സത്യത്തിൽ നടന്നതെന്നറിയില്ല അങ്കിൾ. ഞാനും വൈകയും കൂടെ അവളെ വീട്ടിലേക്ക് കാണാൻ ചെന്നതായിരുന്നു. ഡോറെല്ലാം തുറന്നു കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലായിടത്തും നോക്കി, ആളെ ആരെയും കണ്ടില്ല. പിന്നെ വൈകയെ കണ്ടത് അവൾ സ്റ്റെയറിന്റെ അരികിൽ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോ അഭി അവിടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല അങ്കിൾ, അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വിവരം അറിയിക്കാനായി ഞാൻ അഭിയെ കുറെ വിളിച്ചു, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫാ. അതാ അങ്കിളിനെ വിളിച്ചത്. ഞാനൊരു ബിസിനസ് മീറ്റിംഗിൽ പോയതായിരുന്നു മോനെ. 2 ദിവസം വീട്ടിലില്ലായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞതാ മോളെ ശ്രദ്ധിക്കണമെന്ന്. പക്ഷേ അവൻ ഇങ്ങനെയാണ് അവളെ ശ്രദ്ധിച്ചതെന്ന് അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിലും സ്വന്തം പ്രതികാരത്തിന് വേണ്ടിയല്ലേ അവളെ അവൻ കെട്ടിയ. പ്രതികാരത്തിനോ? എന്തൊക്കെയാ അങ്കിൾ ഈ പറയുന്നേ? ഞാനൊരിക്കൽ അവളോണ്ട് അവൻ പറയുന്ന കേട്ടതാ. അവന്റെ സ്നേഹം അന്ന് കളിയാക്കിയതിന് പ്രതികാരം വീട്ടാനാണ് ഈ കല്യാണം നടത്തിയതെന്നൊക്കെ. അന്ന് ഞാൻ അത് കാര്യമാക്കിയില്ല. പിന്നെ മോനെ, ഇപ്പൊ ഇതൊന്നും അവനെ അറിയിക്കേണ്ട. അറിഞ്ഞാലും അവൻ ഹാപ്പി ആയിരിക്കും. അതിനും ഭേദം അവനെ അറിയിക്കാതെ നിൽക്കുന്ന. ഒരു തുള്ളിയെങ്കിലും അവളോണ്ട് സ്നേഹമുണ്ടെങ്കിൽ അന്വേഷിച്ചു വരട്ടെ. അങ്ങള് വിഷമിക്കേണ്ട, കാർത്തൂനെ ഒന്നും സംഭവിച്ചിട്ടില്ല. നല്ലോണം ബ്ലഡ് പോയിട്ടുണ്ട്. അതാ ബോധം വന്നില്ല. വന്നാലുടൻ റൂമിലേക്ക് മാറ്റും. ഈശ്വരാ, എന്റെ കുട്ടിക്ക് നീ ഒരു അബദ്ധം വരുത്തല്ലേ. മോനെ, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്, ഞാനിപ്പോ വരാം. അങ്കിൾ എന്തൊക്കെയാ പറഞ്ഞേ? അപ്പോ കാർത്തു അഭിയും അവര് തമ്മിൽ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടല്ലേ? കാർത്തു ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് സങ്കടമാവേണ്ടെന്ന് കരുതിയിട്ടാവും. പാവം കാർത്തു. എന്നാലും അഭിയേട്ടൻ. അഭിക്ക് എന്ത് പറ്റി? അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അവളെ ജീവനായിരുന്നു. ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ എവിടെ പോയി? എത്ര ടൈമായി ബെല്ലടിക്കുന്നേ? ആ അഭി, നീ വന്നോ? ആ സീതേച്ചി. അല്ല, കാർത്തു എവിടെ പോയെന്നറിയോ? അരുൺ വന്നിരുന്നു. അവന്റെ കൂടെ ഒരു പെങ്കൊച്ചു ഉണ്ടായിരുന്നു. അവര് കാർത്തൂനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കുവാ. ഹോസ്പിറ്റലിലോ? എന്തിന്? അതറിയില്ല. പിന്നെ ഞാൻ വന്നപ്പോഴേക്കും അവര് കാറിൽ കയറ്റി അവളെ കൊണ്ടുപോയി. എന്താ പറ്റിയതൊന്നും ചോദിക്കാൻ ടൈം കിട്ടിയില്ല. ഈശ്വര, എന്റെ കാർത്തൂന് എന്തെങ്കിലും പറ്റിക്കാണോ? ചേച്ചി, ഏത് ഹോസ്പിറ്റലിലേക്ക് അറിയോ? ഇല്ല അഭി, അവര് സ്പീഡിലാ പോയേക്കുന്നേ. അരുൺ കുറെ തവണ വിളിച്ചിട്ടുണ്ടല്ലോ. ഷേ, ഫോൺ ഓഫ് ആക്കിയിടാൻ കണ്ട നേരം. ചേച്ചി, എന്നാ ഞാൻ പോയി വരാം. ശരി മോനെ, പേടിക്കണ്ടട്ടോ, അവക്കൊന്നും സംഭവിക്കില്ല. ഈശ്വര, എന്റെ കാർത്തു എവിടെ? 3 ഹോസ്പിറ്റലിൽ ഞാൻ കയറി ഇറങ്ങി. ആര് വിളിച്ചിട്ടും കോൾ എടുക്കുന്നില്ല. അവക്കൊന്നും സംഭവിക്കില്ല ഈശ്വര. അവക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ജീവിതം തുടങ്ങിയതേ ഉള്ളൂ. കൈവിട്ടു പോകുന്നില്ല അവസ്ഥയാണ് എനിക്ക് അവളെ കിട്ടിയത്. അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ്. പാവം എത്ര വേദനിച്ചു കാണും.